أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം, അതിൻ്റെ 10 മുതൽ 14 കൂടി 5 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ഇൻ ശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വയജ്അൽ ലക ഖുസൂറാ. തബാറക, അനുഗ്രഹീതനാകുന്നു. അല്ലദീ യാതൊരുവൻ, ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ, ജഅലലക നിനക്ക് ഉണ്ടാക്കിത്തരും, ഖൈറൻ മിൻ ദാലിക ഇതിനേക്കാൾ നല്ലത്, ജന്നാത്തിൻ തോട്ടങ്ങൾ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു താഴ്ഭാഗത്ത് കൂടെ നദികൾ ഒഴുകുന്ന, ഇതിനേക്കാളും മികച്ച താഴ്ഭാഗത്ത് കൂടെ നദികൾ ഒഴുകുന്ന ആരാമങ്ങൾ നിനക്ക് സൃഷ്ടിച്ചു തരാൻ സാധിക്കും അത്യുന്നതനായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക്. അവൻ അനുഗ്രഹീതനാണ്. വയജ്അൽ ലക ഖുസൂറ അവൻ നിനക്ക് കൊട്ടാരങ്ങൾ ഉണ്ടാക്കി തരും. അതിനും അള്ളാഹുവിന് സാധിക്കും. ബൽ എന്നാൽ, കദ്ദബൂ ബിസ്സാഅത്തി അവർ അന്ത്യനാളിനെ കളവാക്കുന്നവരാണ്. വഅഅതദ്നാ ലിമൻ കദ്ദബ ബിസ്സാഅത്തി അന്ത്യനാളിനെ കളവാക്കുന്നവർക്ക് നാം ഒരുക്കി വച്ചിരിക്കുന്നു സഈറ കത്തിജ്വലിക്കുന്ന നരകം. അന്ത്യനാളിനെ കളവാക്കുന്നവർക്ക് കത്തിജ്വലിക്കുന്ന നരകം നാം ഒരുക്കി വച്ചിരിക്കുന്നു. ഇദാ റഅത്ഹും മിൻ മക്കാനിൻ ബഈദിൻ വളരെ ദൂരത്ത് നിന്ന് അതിനെ കാണുന്ന അവസരത്തിൽ തന്നെ, സമിഉ ലഹാ അവർ അതിൻ്റേതായി കേൾക്കും, തഗയ്യുലൻ അതിൻ്റെ കോപവും, ബസഫീറ അതിൻ്റെ ഇരമ്പലും. വളരെ ദൂരത്ത് നിന്ന് തന്നെ നരകത്തെ കാണുന്ന മാത്രയിൽ അതിൻ്റെ കോപവും അതിൻ്റെ ഇരമ്പവുമൊക്കെ അവർക്കങ്ങനെ കേൾക്കാൻ സാധിക്കും. വൈദാ ഉൽഖൂ മിൻഹാ അതിലേക്ക് അവരെ ഇട്ട് കഴിഞ്ഞാൽ, മക്കാനൻ ലയ്യിഖൻ ഇടുങ്ങിയ സ്ഥലത്ത്, നരകത്തിൻ്റെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് അവരെ ഇട്ട് കഴിഞ്ഞാൽ, മുഖർറനീന ബന്ധിച്ചുകൊണ്ട്, ചങ്ങല കൊണ്ട് ബന്ധിച്ച രൂപത്തിൽ അവരെ ഇട്ട് കഴിഞ്ഞാൽ, ദഅു അവരവിടെ വെച്ച് വിളിക്കും, ഹുനാലിക്ക അവിടെ വെച്ച് അവർ വിളിക്കും, സുബൂറ നാശമേ നാശമേ എന്നവർ വിളിക്കും. നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ ഇന്ന് നിങ്ങൾ ഒരു സുബൂറിനെ, ഒരു നാശത്തെ മാത്രം നിങ്ങൾ വിളിക്കണ്ട. ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു നാശത്തെ വിളിക്കേണ്ടതില്ല. വദൂ സുബൂറൻ കസീറാ ഇന്ന് നിങ്ങൾ ധാരാളം നാശങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നോളൂ. നിങ്ങൾ ധാരാളം നാശങ്ങളെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കൂ. ഇവിടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു അവർക്ക് നേർമാർഗത്തിലേക്ക് വരുന്നത് ഇഷ്ടമില്ല എന്ന രൂപത്തിലുള്ള പരാമർശം നടത്തുകയുണ്ടായി. ഇവിടെ തബാറക്കല്ലദീ ഇൻഷാ ജഅല ലക ഖൈറൻ മിൻ ദാലിക, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രൂപത്തിലൊന്നും അല്ല ഉണ്ടാവുക. ഒരു തോട്ടം കൊണ്ടുവരുമോ, അതിലെങ്കിലും അവർക്ക് ഭക്ഷിക്കാനുള്ള വല്ല കായ്കനികളും കൊണ്ടുവരുമോ, ആകാശത്ത് നിന്ന് നിധി കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് പകരം അതൊന്നും അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹ് ഇതൊന്നും അല്ല നൽകുക. അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചാൽ താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകുന്ന ആരാമങ്ങൾ, തോട്ടങ്ങൾ അള്ളാഹുവിന് സൃഷ്ടിച്ചു കൊടുക്കാൻ പറ്റും. അതല്ല വലിയ വലിയ കൊട്ടാരങ്ങളാണ് പ്രവാചകന് ഉണ്ടാക്കി കൊടുക്കണമെന്നാണെങ്കിൽ അതിനും അള്ളാഹുവിന് സാധിക്കും. അതിനൊരു പ്രയാസമില്ല. പക്ഷേ ഇവരുടെ പ്രശ്നം അതല്ല. അവർ അള്ളാഹുവിന് എന്തുമാത്രം കഴിവുണ്ട് എന്നതിനെ സംബന്ധിച്ചല്ല അവർക്ക് ആലോചന. അവരുടെ ആലോചന ബൽ കദബു ബിസ്സാ, അവർ അന്ത്യനാളിനെ കളവാക്കുന്നവരാണ്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്നും അതോടുകൂടി ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പരലോകം എന്നൊരു ലോകമുണ്ട് എന്നും അവിടെ ഒരു വിചാരണ നടക്കുമെന്നും സത്യാസത്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയും ജയാപജയങ്ങൾ സംഭവിക്കുകയും നല്ലവർക്ക് സ്വർഗവും ചീത്തയാളുകൾക്ക് നരകവും നൽകുന്ന ഒരു ദിനമുണ്ട് എന്നതും അതാണ് അവർക്ക് വിശ്വസിക്കാൻ മടി. അതാണ് അവർക്കാകെയുള്ള പ്രശ്നം. ബൽ കദബു ബിസ്സാ, ആ സാഅത്തിൻ്റെ അഥവാ ലോകാവസാനത്തെ അന്ത്യനാളിനെ കളവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത് വായത്തതിനാൽ ലിമൻ കദബ ബിസ്സാഅത്തി സഈറ, കത്തിജ്വലിക്കുന്ന നരകമാണ് ഇത്തരം ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം നരകം അല്ലെങ്കിൽ സ്വർഗം ഇതുണ്ട് എന്നും ഒരു വിചാരണ നാളിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ആ കാര്യമാണ് അവർക്ക് തീരെ വിശ്വസിക്കാൻ പറ്റാത്തത്. അതിനോടുള്ള പ്രയാസമാണ് അവർക്കുള്ളത്. ഇനി ആ നരകത്തിൻ്റെ ഒരു സ്വഭാവം കൂടി പറയണം. വളരെ വിദൂരമായ സ്ഥലത്ത് നിന്ന് നരകത്തെ കാണുന്ന മാത്രയിൽ അവർ സമയൗലഹ തായുധൻ, അതിൻ്റെ കോപം അവർ കാണുന്നതാണ്. കോപം എങ്ങനെയാണ് അവിടെ കേൾക്കുക? കോപം കേൾക്കാൻ സാധിക്കുമോ? അതായത് ആ നരകം കോപിക്കുന്ന, നരകത്തിന് ആ നരകവാസികളോടുള്ള ഈർഷ്യ അതെന്ത് മാത്രമായിരിക്കും എന്നത് അതിൻ്റെ തിളച്ചു മറയലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. അതിൻ്റെ ഇരമ്പം കാണുമ്പം അവർക്കത് ബോധ്യപ്പെടും എന്നാണ്. വളരെ ദൂരത്ത് നിന്ന് തന്നെ ആ നരകത്തെ സംബന്ധിച്ചുള്ള ഭീതമായ അവസ്ഥ അവരെ അത് അലട്ടിക്കൊണ്ടേയിരിക്കും. ഇനി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാലോ, ഇതാ വൈദാ ഉൽഖൂ മിൻഹാ മക്കാനൻ ലയ്യിഖൻ മുഖറനീന, കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട്, ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അവരെയും അവരെ കൂട്ടാളികളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് നരകത്തിലെ ഇടുങ്ങിയ സ്ഥലത്തേക്ക് അവരെ ഇട്ട് കഴിഞ്ഞാൽ അവരവിടെ വെച്ചിങ്ങനെ പറയും, നാശമേ നാശമേ, വേണ്ടിയിരുന്നില്ല, സംഭവിച്ചു പോയി. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക. അള്ളാഹു അവിടെ വെച്ച് അവർക്ക് മറുപടി കൊടുക്കും, അല്ലെങ്കിൽ മലായിക്കത്ത് അവർക്ക് മറുപടി കൊടുക്കും. ലാത്ത തൊഴിയോ മുസുബൂറം വാഹിദൻ, ഇന്ന് നിങ്ങൾ ഒന്നിനെ വിളിച്ച് ഒരു നാശത്തെ വിളിക്കണ്ട, പല നാശങ്ങളെ വിളിച്ചോളൂ. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ നരകത്തെ വിദൂരമായ സ്ഥലത്ത് നിന്ന് കാണുന്ന മാത്രയിൽ തന്നെ അതിനെ കോപവും അതിൻ്റെ ഇരമ്പവും ഒക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, അതിലേക്ക് ഇട്ട് കഴിയുന്നതോടെ അവർ അവിടെ വെച്ച് നാശമേ നാശമേ എന്ന് വിളിക്കുക മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. ആ നരകത്തെ സംബന്ധിച്ചുള്ള ചിന്ത, അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ മാറ്റിയെടുക്കേണ്ടത്. അങ്ങനെ ഒരു നരകം വരാനിരിക്കുന്നു, അതിലേക്ക് ഇടുന്നത് പോകട്ടെ, അതിൻ്റെ ശബ്ദം ദൂരദിക്കിൽ നിന്ന് അതിൻ്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ, ദൂരദിക്കിൽ നിന്ന് നരകം കാണുന്ന മാത്രയിൽ അവനുണ്ടാകുന്ന ആ മാറ്റം അത് ഉൾക്കൊള്ളാൻ കൂടി ഒരാൾക്ക് സാധ്യമല്ല. അതിൻ്റെ ശബ്ദം കേൾക്കാൻ, ഈ ഇരമ്പം കേൾക്കാൻ കൂടി സാധ്യമല്ല. അത്രയും ഭീതമാണ് അവസ്ഥ. അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അത്രയും ഗാംഭീര്യമുള്ള ഒരു നരകം അത് നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവർക്ക് പേടിയാകുന്നത്, അഥവാ അവർക്ക് വിഷയം മാറ്റേണ്ടി വരുന്നത്. റസൂലിനെ വേണ്ടാത്തരം പറയുകയും
അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താ മനുഷ്യരെ പോലെ നടക്കുന്നത്, എന്തിനാ അങ്ങാടി കൂടെ നടക്കുന്നത്, എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടുള്ള തകരാറ് കൊണ്ടല്ല, മറിച്ച് നരകത്തെ സംബന്ധിച്ച് വിചാരിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ ഒരു ദിനമുണ്ട് എന്ന് മനസ്സിൽ കൊടുക്കാൻ കൂടി അവർക്ക് സാധ്യമല്ല. ആ ദിവസത്തെയാണ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.